ഇറാൻ തുറമുഖത്ത് നിന്ന് 43,000 ടൺ ഇറാനിയൻ LPGയുമായി ചൈനയിലെ തുറമുഖത്തേക്ക് പോകാൻ കൂറ്റൻ ടാങ്കർ വെസൽ അറോറ തയ്യാറെടുക്കുന്നു. ചൈനയിലെ LPG ഡീലർ ഉറപ്പിച്ച ബിസിനസ്സാണ്. നിലവിൽ ഉപരോധത്തിന്റെ കരുനിഴലിലാണ് അറോറ എന്ന വെസൽ, അതായത് സ്റ്റാൻഡേർഡ് മാരിടൈം ട്രേഡിൽ ഉപരോധം നേരിടുന്ന കപ്പൽ ടാങ്കർ. കാരണം ഇറാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബ്ലാക്കിൽ എണ്ണയും ഗ്യാസും കടത്തുന്ന കപ്പലാണെന്ന് അമേരിക്ക ചാപ്പകുത്തിയ ടാങ്കറാണെന്നർത്ഥം. ആ അറോറ ടാങ്കറാണ് ചൈനയിലേക്ക് എത്തിക്കാൻ കരാറെടുത്ത് LPGയുമായി ഇറാൻ തുറമുഖം വിടാൻ ഒരുങ്ങുന്നത്. തുറമുഖത്ത് നിന്ന് സെയിൽ ചെയ്യാൻ ഒരുങ്ങവേ അടിയന്തര മെസ്സേജ് കപ്പൽ ക്യാപ്റ്റന് വരുന്നു: പുറപ്പെടരുത്. ഏർജന്റ് മെസ്സേജ് ഉണ്ട്. മിനിറ്റുകൾക്കകം ചൈനയിലേക്ക് എത്തിക്കേണ്ട ആ കൂറ്റൻ പാചകവാതക ടാങ്കറിലെ ലോഡ് പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ ഉത്തരവ് വരുന്നു. ഇറാന്റെ LPGയാണ്. ആ ഇറാനിയൻ പാചകവാതകം ചൈനയിലേക്കല്ല, പുതിയ ദിശയിലേക്ക് പോകണം. ആ ടാങ്കർ കപ്പലിലെ ക്യാപ്റ്റന് ഒന്നും മനസ്സിലായില്ല. അയാൾക്ക് പുതിയ ലക്ഷ്യസ്ഥാനം മെസ്സേജിൽ എത്തിയിരിക്കുന്നു. അതിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: മംഗലാപുരം പോർട്ട്. അമേരിക്കയുടെ ഉപരോധം നേരിടുന്ന അമേരിക്കൻ മിസൈൽ ഏത് നിമിഷവും പതിക്കാവുന്ന ടാങ്കർ, അതിലുള്ളതാകട്ടെ ഇറാനിയൻ പാചകവാതകം. പോകേണ്ടത് സംഘർഷഭരിതമായ കടലിടുക്കിലൂടെ ഇന്ത്യയിലേക്കും. മാത്രമല്ല, 2018 ശേഷം ഇന്ത്യയിലേക്ക് ഇറാനിയൻ LPG വന്നിട്ടില്ല. സംശയിച്ചു നിന്ന ക്യാപ്റ്റനു മുന്നിൽ ദൂരെ കടലിന്റെ ഓളപ്പരപ്പിന് മീതെ ചില പൊട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്ത്യൻ പടക്കപ്പലുകൾ. അചഞ്ചലമായ ശക്തിയുടെ, സംരക്ഷണത്തിന്റെ, നിർഭയമായ നിലപാടിന്റെ അടയാളം പോലെ ഇന്ത്യൻ വാർഷിപ്പുകൾ ചൈനയിലേക്ക് പോകേണ്ട 43,000 ടൺ പാചകവാതകം ഇന്ത്യയിലേക്ക് വരാൻ വഴിയൊരുക്കി. പാത സുഗമമാക്കാൻ അകമ്പടിയായി. ആ LPG വെസൽ നേവിയുടെ യുദ്ധക്കപ്പലുകളുടെ സംരക്ഷണയിൽ സുരക്ഷിതമായി മംഗലാപുരത്ത് പാചകവാതകവുമായി എത്തിച്ചേരുമ്പോൾ അത് പുതിയ ഡിപ്ലോമാറ്റിക് പാഠങ്ങളാണ് ലോകത്തിന് പഠിപ്പിച്ചു നൽകുന്നത്. യുദ്ധകാലത്തെ അസാമാന്യമായ നയതന്ത്രത്തിന്റെ പുതിയ പാഠങ്ങൾ.